ഹായ് ഫ്രണ്ട്സ്, നൗൺസ്, നാമം അല്ലെങ്കിൽ പേരുകൾ. ഇന്ന് നമ്മൾ നാമത്തിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ നൗൺസിനെ പറ്റി പറയുമ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതാണ് കൗണ്ടബിൾ നൗൺസ് ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ എന്ന് വെച്ചാൽ എണ്ണാൻ കഴിയുന്ന, ഉദാഹരണം പറയുകയാണെങ്കിൽ ബോയ്സ്, ഗേൾസ്, കപ്സ്, ബോൾസ്, സോസർ, ഇതൊക്കെ എണ്ണാം. ട്രീസ്, ഫ്ലവർ, ബോർഡ്, TV, mirror, shirt, pants, then you have banyan, switch, bulb. നമുക്ക് എണ്ണാൻ പറ്റും. ഇപ്പം എണ്ണാൻ പറ്റുന്ന എണ്ണാൻ കഴിയുന്ന നാമങ്ങൾ, നൗൺസ്, അതിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എണ്ണുക എന്നല്ലേ. കൗണ്ട് ഫ്രം 1 to 10, 1 2 3 4 5 6 7 8 9 10, അതാണ് കൗണ്ട് ചെയ്യാന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ്, അതിൻ്റെ എതിരാണ് അൺകൗണ്ടബിൾ നൗൺസ്. മീൻസ് എണ്ണാൻ പറ്റിയില്ല. അതിന് ഉദാഹരണം ഉണ്ടല്ലോ, വെള്ളം, വാട്ടർ, റൈസ്. ഇപ്പം റൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഓരോന്നോരോന്ന് എണ്ണാമല്ലോ, നടപ്പില്ലാത്ത കാര്യമല്ലേ അത്. അതുകൊണ്ടാണ് അൺകൗണ്ടബിൾ. ഇപ്പോൾ ഷുഗർ, പഞ്ചസാര, സാൻഡ്, മണൽ, അതുപോലെ നമ്മുടെ മിൽക്ക്, ഓയിൽ, ഹണി, ഇതൊന്നും എണ്ണാൻ പറ്റത്തില്ല. ഒരു തേൻ ഇങ്ങനെ പറയൂ, ഇല്ല. അല്ലെങ്കിൽ ഒരു മിൽക്ക്, ഒരു പാലിന് പറയില്ല. ചായ, അത് എണ്ണത്തില്ല. പക്ഷേ അതുപോലെ തന്നെ കാപ്പി, കോഫി, ടീ, ഇതൊന്നും എണ്ണത്തില്ല അല്ലേ. അപ്പോൾ അതുപോലെ ഓയിൽ, ഇതിപ്പോൾ അതാണ് അൺകൗണ്ടബിൾ നൗൺസ് പറയുന്നത്. ഇപ്പം നൗൺസ് രണ്ട് ആയിട്ട് വീണ്ടും തിരിക്കുവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തിരിച്ചു ഏകവചനം, ബഹുവചനം. പിന്നെ നമ്മൾ തിരിച്ചു സ്ത്രീലിംഗം ആൻഡ് പുല്ലിംഗം ആൻഡ് നപുംസകം അല്ലേ, നാമങ്ങളുടെ. കാരണം ഇതിലൊക്കെ ഒരു ചെറിയ അല്പം ഇത് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ ഇപ്പോൾ വേറൊരു തിരിവാണ്, എന്താണ് എണ്ണാവുന്നതും എണ്ണാൻ പറ്റാത്തതും. എണ്ണാവുന്നതിന് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയും, എണ്ണാൻ പറ്റിയ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയും. എക്സാമ്പിളാണ്. പിന്നെ വേറെ ഒരു തരം നൗണുണ്ട്, അതിൻ്റെ പേരാണ് പ്രോപ്പർ നൗൺ. പ്രോപ്പർ, PROPER. പ്രോപ്പർ നൗൺ ഓരോരുത്തരുടെ പേര്. ഇപ്പോൾ ഇവിടെ 40 പേരില്ല, 40 പേരുണ്ട്. 40 പ്രോപ്പർ നൗൺ ഇവിടെ ഇരിക്കുന്നത്. രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ, അമേരിക്ക, ടോം, ഷീല, ലീല, നിഷ, വിമല, അങ്ങനെ ഇഷ്ടംപോലെ പേരില്ല. അശോക്, അങ്ങനത്തെ ഫസൽ അലി, ഇങ്ങനത്തെ ഫസൽ അലി എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓർത്തു പോയത്. അങ്ങനെ ഉള്ള പേരുകൾ, ഈ പേരുകളെല്ലാം പ്രോപ്പർ നൗണാണ്. അതിന് പ്ലൂറലില്ല. അതിനെങ്ങനെ പ്ലൂറൽ വരുന്നത്? എൻ്റെ പേരിന് പ്ലൂറലില്ലല്ലോ. പിന്നെ ഈ പ്രോപ്പർ നൗണിൻ്റെ വേറെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, പ്രോപ്പർ നൗൺ തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചാണ് പേരുകൾ. ഇപ്പം രാജ്യത്തിൻ്റെ പേരുകൾ, അതുപോലെ തന്നെ മനുഷ്യരുടെ പേരുകൾ, നമ്മുടെയൊക്കെ പേരില്ലേ അത്. പിന്നെ ഫെസ്റ്റിവലിൻ്റെ പേരുകൾ, വലിയ ഉത്സവങ്ങളൊക്കെ ഇല്ലേ, ക്രിസ്മസ്, ദീപാവലി, ഇങ്ങനത്തെയൊക്കെ ഇല്ലേ, ഓണം, ഇതൊക്കെ വലിയ ഫെസ്റ്റിവൽസ് അല്ലേ, ഓണം, അതിൻ്റെയൊക്കെ പേര്. പിന്നെ മൗണ്ടൻസിൻ്റെ പേര്, പർവ്വതം, ഹിമാലയാസ് അല്ലേ, പിരണീസ്, ഹിമാലയാസ്, ഇതൊക്കെ ഫേമസ് മൗണ്ടൻസ് ആണ്. അതുപോലെ കടലിൻ്റെയൊക്കെ പേരില്ലേ, മെഡിറ്ററേനിയൻ സീ, പസഫിക് ഓഷ്യൻ എന്നൊക്കെ. അതുപോലെ തന്നെയാണ് വലിയ നദികളുടെ പേരുകൾ. ഗാഞ്ചസ്, ഗംഗ നമ്മൾ, ഗാഞ്ചസ്, പെരിയാർ. ദെൻ വി ഹാവ് ഫേമസ് മിസിസിപ്പി, നൈൽ നദി ഈജിപ്തിലെ. ഇപ്പം ഇതിൻ്റെ എല്ലാം പേരുകൾ പ്രോപ്പർ നൗൺ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നൗൺസ് നമ്മൾ എഴുതുമ്പം എവിടെ എഴുതിയാലും അതിൻ്റെ ആദ്യത്തെ ലെറ്റർ, ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരമായിരിക്കണം. അതായത് ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ എന്ന് സ്മോൾ ലെറ്റർ ഒന്നും പഠിച്ചിട്ടില്ലേ, അതുപോലെ. സോ അത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. തൽക്കാലം ഇത്രയും നമ്മൾ നൗൺ അല്ലെങ്കിൽ നാമത്തിനെ പറ്റി
അറിയാം. കൗണ്ടബിൾ നൗണിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഒരിക്കൽ പറയുന്നതാണ്. അതിന് തൊട്ട് മുമ്പ് എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കണം. കൗണ്ടബിൾ നൗൺ. അതുപോലെ കൗണ്ടബിൾ നൗൺസിന് മാത്രമേ പ്ലൂറലുള്ളൂ. വാട്ടേഴ്സ് എന്നാരും പറയല്ല, ഓയിൽസ് എന്ന് പറയല്ല, അല്ലേ, ടീസ് എന്ന് പറയല, കോഫീസ് എന്ന് പറയല, എന്നും പറയരുത്. അപ്പം കൗണ്ടബിൾ നൗണിൻ്റെ പ്രത്യേകതകളൊന്ന്, ഒന്ന് എ അല്ലെങ്കിൽ ആൻ അതിന് തൊട്ട് മുമ്പ് വരും. രണ്ടാമത്തെ കാര്യം, ഇതിന് ലിംഗഭേദമുണ്ട്. ജെൻഡർ, വാട്ടർ. ഇപ്പം അൺകൗണ്ടബിൾ നൗണാണെങ്കിൽ അതിന് ലിംഗഭേദമില്ല. വെള്ളത്തിന് പുല്ലിംഗ സ്ത്രീലിംഗം പറയാൻ പറ്റില്ല. പാല്, അതിന് പുല്ലിംഗ സ്ത്രീലിംഗം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം മിൽക്ക് അതിനില്ല. അതേസമയം കൗണ്ടബിളിനുണ്ട്, അല്ലേ? നമ്മൾ പറയില്ലേ, ഫാദർ, മദർ ഉണ്ടോ, അതുപോലെ ബ്രദർ, സിസ്റ്റർ. അപ്പം ഇത്രയും കുഞ്ഞു കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക. ഒന്ന്, നമ്മളിപ്പം 3 തിരിവാണ് ഇതിനുള്ളത്. ഒന്ന് ഏതാണ്? ഏറ്റവും ആദ്യം ഞാൻ പറയുന്നത് ഏകവചന നമ്പർ, വചനം, ഏകവചനം, ബഹുവചനം. അതായത് ഒറ്റ നൗണാണെങ്കിൽ അതിനെ സിംഗുലർ എന്ന് പറയും. ഒന്നിലധികം നൗൺസ് ഉണ്ടെങ്കിൽ അതിനെ പ്ലൂറൽ എന്ന് പറയും. എക്സാമ്പിൾ, ബോയ് സിംഗുലർ, ബോയ്സ് പ്ലൂറൽ. ഇംഗ്ലീഷിൽ പ്ലൂറൽ ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞു. എന്താണ്? അപ്പം അവസാനം എസ് അറിയില്ല. ചില വാക്കുകളൊക്കെ പ്രത്യേകം പഠിക്കണം. അതിനാണ് ചൈൽഡ്, ചിൽഡ്രൻ, ഫുഡ്, ഫീറ്റ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറയാം. ഇനി രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത് ജെൻഡർ ഓഫ് നൗൺസ്. ഇപ്പം ലിംഗഭേദം. ചില നൗൺസൊക്കെ പുല്ലിംഗമായിട്ട് കണക്കാക്കുന്നു, ചിലത് സ്ത്രീലിംഗമായിട്ട് കണക്കാക്കുന്നു, ചിലത് നപുംസകമായിട്ട് കണക്കാക്കുന്നു. ഫാദർ പുല്ലിംഗം, മദർ സ്ത്രീലിംഗം, ട്രീ നപുംസകം. നമ്മൾ മുമ്പേ പറയുന്നതാണ്. അതുകൊണ്ടാണ്. അതിന് മൂന്നാമത്തെ തിരിവാണ് കൗണ്ടബിൾ, അൺകൗണ്ടബിൾ. എണ്ണാൻ പറ്റുന്നതും എണ്ണാൻ പറ്റാത്തതും. ഇപ്പോൾ എണ്ണാൻ പറ്റുന്ന അതിനൊക്കെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പ് ഒന്നിലോ എ അല്ലെങ്കിൽ ആൻ ചേർക്കണം. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ലിംഗഭേദമുണ്ട്. മൂന്നാമത്തെ പ്രത്യേകത അതിന് സിംഗുലർ പ്ലൂറൽ തിരിവുണ്ട്. സിംഗുലർ പ്ലൂറൽ തിരിവ്. 3 കാര്യം കൗണ്ടബിൾ നൗൺസിനുള്ളതാണ്. ഒന്ന് എന്താണ് ഞാൻ പറഞ്ഞത് എ അല്ലെങ്കിൽ ആൻ അതിന് തൊട്ട് മുമ്പ് ചേർക്കണം. രണ്ടാമത്തെ ലിംഗഭേദമുണ്ട്. മൂന്നാമത്തെ വചനഭേദമുണ്ട്. വചനം എന്ന് പറഞ്ഞാൽ സിംഗുലർ നമ്പർ ഓർ പ്ലൂറൽ നമ്പർ എന്നുള്ളത്. ഈ 3 കാര്യം കൗണ്ടബിൾ നൗൺസിന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു തരം നൗൺ നമ്മൾ പ്രത്യേകം ഇപ്പോൾ വേറെ ഒത്തിരി തരം നൗൺസ് ഉണ്ട്. അതൊന്നും ഇപ്പം അറിയണ്ട. തൽക്കാലം ഇപ്പം അറിയേണ്ട ഒരു ഗ്രൂപ്പാണ് പ്രോപ്പർ നൗൺസ്. പ്രോപ്പർ നൗൺസ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ പേര്, സ്വന്തം പേരുണ്ടല്ലോ, പേര്, അതുപോലെ തന്നെ ആളുകളുടെ പേര്, നമ്മൾ രാജ്യങ്ങളുടെ പേര്. ഇന്ത്യ എവിടെ എഴുതിയാലും നമ്മൾ ഐ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നത്. രാജ്യങ്ങളുടെ പേര്, പർവ്വതനിരകൾ, മൗണ്ടൻസിൻ്റെ പേര്, നദികളുടെ പേര്, റിവേഴ്സ്, കടലിൻ്റെ പേര്, അത് സീ, ഇങ്ങനെയുള്ളതൊക്കെ. അതുപോലെ ചിലരുടെ പേര് വെച്ച് കപ്പലിൻ്റെയൊക്കെ പേര് വരും. വിക്ടോറിയ. അപ്പം ആ വി എന്നുള്ളത് ക്യാപിറ്റൽ എഴുതുന്നത്. കാരണം അതൊരു ആളിൻ്റെ പേരല്ലേ. അതാണ് എൻ്റെ കാര്യം. മനസ്സിലായത്? അപ്പോൾ അത് എഴുതുമ്പം പ്രോപ്പർ നൗൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളത്. അതുപോലെ തന്നെ വലിയ ഉത്സവങ്ങളുടെ പെരുന്നാൾ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും ഫെസ്റ്റിവൽ എന്ന് പറയും. അതിൻ്റെയൊക്കെ പേര് അതെല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങുന്നത്. അത് എവിടെ വന്നാലും, സെൻറ്റൻസിൻ്റെ ആദ്യം വന്നാലും അവസാനം വന്നാലും നടുവിൽ വന്നാലും എല്ലാം അതിൻ്റെ തുടങ്ങുന്ന അക്ഷരം വലിയ അക്ഷരമായിരിക്കണം. എഴുതി കാണിച്ചിരിക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പെരിയാർ, പി ക്യാപിറ്റൽ, പസഫിക്, പി ക്യാപിറ്റൽ, മെഡിറ്ററേനിയൻ, എം ക്യാപിറ്റൽ, എന്താ ഭാരതപ്പുഴ, ബി ക്യാപിറ്റൽ, പെരിയാർ, പി ക്യാപിറ്റൽ, റിവർ നെയിം, എവറസ്റ്റ്, ഇ ക്യാപിറ്റൽ, ഹിമാലയാസ്, എച്ച് ക്യാപിറ്റൽ, മൗണ്ടൻസ് അല്ലേ. ഇന്ത്യ, ഐ ക്യാപിറ്റൽ, അമേരിക്ക, എ ക്യാപിറ്റൽ, ചൈന, സി ക്യാപിറ്റൽ, റഷ്യ, ആർ ക്യാപിറ്റൽ. രാജ്യങ്ങളുടെ പേരല്ലേ അതൊക്കെ. പിന്നെ
ആളുകളുടെ പേര് ഞാൻ പ്രത്യേകം ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും പേര് നമ്മൾ അറ്റൻഡൻസ് വിളിക്കുമ്പം നിങ്ങളുടെ എല്ലാം പേരുണ്ടല്ലോ, ആ പേരെല്ലാം പ്രോപ്പർ നൗൺ എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ പേര് എവിടെ വന്നാലും അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നൗൺസിനെ പറ്റി. ഒരു തുടക്കക്കാരൻ, നമ്മളിപ്പോൾ തുടക്കക്കാരാണ്, കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ പ്രോഗ്രസ് ചെയ്യും. അഡ്വാൻസ്ഡ് എന്ന് പറയും, അഡ്വാൻസ്ഡ്. ഇപ്പം തുടക്കത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നൗണിനെ പറ്റി അറിയുക. ഓക്കെ, എന്നിട്ട് അതിനുശേഷം നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നമ്മൾ ക്ലിയർ അല്ലേ ഇത്? എണ്ണാൻ പറ്റുന്നത് കൗണ്ടബിൾ, ഇത് അൺകൗണ്ടബിൾ. പിന്നെ ജെൻഡർ എന്ന് പറയുമ്പം മാസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ. അത് നമ്മൾ ഇന്നലെ പഠിച്ചു, അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിന് മുമ്പ് നമ്മൾ പഠിച്ചു ഏകവചനം, ബഹുവചനം, അതായത് സിംഗുലർ, പ്ലൂറൽ. അപ്പം ഇതിൻ്റെ പ്രത്യേകതകളെ പറ്റി ഞാനിപ്പം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി എന്ന് ഞാൻ കുറച്ച് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ബൈ.